friends, welcome back to Serah Creations. ഇന്ന് നമ്മൾ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതുപോലുള്ള ചെറിയ ബോട്ടിൽസ്, ഇത് നെയിൽ പോളിഷിൻ്റെ ബോട്ടിലാണ്. നന്നായിട്ട് റിൻസ് ചെയ്ത് കഴുകിയിട്ട് ഞാൻ ഡ്രൈ ചെയ്തെടുത്തതാണ്. അങ്ങനത്തെ നമുക്ക് കുപ്പികൾ വേണം. നമുക്ക് എത്രയാണോ വേണോ അത്രയാണോ. പിന്നെ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഗോൾഡ് കളേഴ്സ്, പിന്നെ ബ്രഷസ്, പിന്നെ സ്പഞ്ചും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്ലി എനിക്ക് ഈ ബോട്ടിൽ നിന്ന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഫുൾ കവറപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ബ്രഷിൻ്റെ അറ്റത്തോട്ട് നമ്മൾ കുപ്പി വെച്ചിട്ട് ഫുൾ ബ്ലാക്ക് കവർ ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ബ്ലാക്ക് കളർ വെച്ച് കവറപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള 2 കുപ്പികളും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് കളർ പെയിൻറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാനാണ് പോകേണ്ടത്. ഞാനിതിൽ കിങ്ങും ക്വീൻ എന്നുള്ള റൈറ്റിങ്സ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോട്ടിൽ ഞാൻ കിങ്ങിന്ന് എഴുതാൻ വേണ്ടി പോവാണ്. റൈറ്റിങ്സും പിന്നെ ചെറിയ ചെറിയ ഐക്കോൺസോ അങ്ങനെയുള്ള ചെറിയ പിക്ചേഴ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ലെറ്ററിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് റൈറ്റിങ്സ് ചെയ്യാനായിട്ട് 1 പോയിൻറ്റ് 0 പോയിൻറ്റ് ബ്രഷസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോഴത്തേക്ക് നാരോ ആയിട്ടുള്ള ടിപ്പായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് റൈറ്റിങ്ങിന് സ്യൂട്ടബിളായിട്ടുള്ള 2 ബ്രഷ് പോയിൻറ്റ്സ്. അതുപോലെ ഒറ്റ ഫ്ലോയിൽ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പകുതിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെറ്ററിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതിന് ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് തന്നെ ലെറ്റേഴ്സൊക്കെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ വേർഡിങ്സിൻ്റെ ഒരു റൈറ്റിംഗ് കഴിഞ്ഞു. ഇനി ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കുപ്പിയുടെ ഒരു മേളത്തെ ഭാഗത്ത് നല്ല ചെറിയൊരു ഡിസൈനുണ്ട്. അപ്പം അവിടെ ഒരു ക്രൗൺ പോലെ വരച്ചെടുക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രൗൺ പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിങ്ങും ക്വീനും 2 ക്രൗൺസ് പോലെ ചെയ്ത് കൊടുക്കാമെന്നാണ് പ്ലാൻ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ ഹാർട്ട്സോ അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സ്റ്റാർസോ സ്മൈലീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് നമുക്ക് ഈ കുപ്പിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹാർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്രൗൺ വരച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ റൈറ്റിങ്ങും. ഇനി അതൊന്ന് ആ ക്രൗണോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാം. ഈ സെയിം സ്റ്റൈലിൽ നമുക്ക് ക്വീൻ്റെ ബോട്ടിലും നന്നായിട്ട് വരച്ചെടുക്കാം. ഒരു റൈറ്റിങ്ങും അതുപോലെ ക്രൗണും ഹാർട്ട്സും ഫ്ലവേഴ്സും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്വീൻ്റെ ബോട്ടിലും ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചെറിയ ഡെക്കറേഷൻസും കളർ വേരിയേഷൻസും വരുത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പം ഇങ്ങനെ ഇരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നത് റെഡ് വെച്ചിട്ട് ചെറിയൊരു ഹൈലൈറ്റിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെഡ് കളറ് അക്രിലിക് കളർ വെച്ചിട്ട് നമുക്ക് ആ ഹാർട്ടിന് ഒരു ഹൈലൈറ്റ് കൊടുക്കാം. അത് സെൻറ്ററിലായിട്ട് ഒരു ചെറിയൊരു ഹാർട്ടും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു പ്രൊജക്ഷൻ പോലെ വരും. അതുപോലെ ക്വീൻ്റെയും ഹാർട്ടിന് വ്യത്യാസം വരുത്തി കൊടുക്കാം. പിന്നെ ചെറിയൊരു പാറ്റേൺ എന്തെങ്കിലും ചെറിയ ഫ്ലവേഴ്സ് പോലെയൊക്കെ ഞാനത് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ റെഡ് കളർ വെച്ചിട്ടുള്ള ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഞാൻ 2 ബോട്ടിലും വരുത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡ് വെച്ചിട്ട് ഒന്ന് കുറച്ചുകൂടി ഒരു അതായത് കിങ്ങും ക്വീനും ആണല്ലോ, അപ്പം നമുക്കൊരു ഗോൾഡിഷ് ടച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ആ ക്രൗൺസ് ഉണ്ടല്ലോ, ക്രൗൺസിന് ഞാൻ ഗോൾഡ് ചെറിയൊരു ഷെയ്ഡ്സ് കൊടുക്കുന്നുണ്ട്. ആ ചെറിയ ബ്ലാക്ക് ഗ്യാപ്സ് ഉള്ളിടത്ത് ഞാൻ ഗോൾഡ് കളറ് ഫില്ല് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മൾ ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ കിങ്ങിൻ്റെ ബോട്ടിലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2ൻ്റെയും വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ക്യൂട്ടസ്റ്റ് ബോട്ടിൽ ആർട്ടാണിത്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ.